പേടി മാറ്റി വെച്ചിട്ട് അമ്മ പറഞ്ഞ എന്താ അറിയോ, തോന്നിവാസങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണെന്നാ പറഞ്ഞത് തായ്ലൻഡ്. നീ വെള്ളത്തിലാ ചൂടുവെള്ളം കണ്ടിട്ട് പച്ചവെള്ളത്തിൽ ഇന്നലെ കിടന്ന് കരഞ്ഞ്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് നമ്മൾ എമറാൾഡ് പൂളും അതുപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്ങും കാണാൻ പോവാണ് കേട്ടോ. നിങ്ങൾ തായ്ലൻഡ് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട 2 പ്ലേസസ് ആണിത്. മിക്ക ഏജൻസികളും ഇത് ഇൻക്ലൂഡ് ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ടായിരുന്ന സ്മിത്തർ ഏജൻസിയിൽ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ ഇത് അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ തന്നെ ഓണായിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട 2 സ്ഥലങ്ങളാണ്. നമുക്കിങ്ങനെ തോന്നും ഭൂമിയിൽ ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലം ഉണ്ടോ എന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതുപോലത്തെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഷുഗർ മറീന എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. കണ്ടോ, പ്രൊഡക്റ്റീവ് ഗേൾ. അപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലത്തെ. സാധാരണ തായ്ലൻഡിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് കണ്ടു കേട്ടോ, അവിടുത്തെ ഭക്ഷണം പറ്റില്ല എന്ന്. പക്ഷേ പല ഹോട്ടൽസിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പോലെ. ഇഡ്ഡലി ദോശയൊന്നും കിട്ടത്തില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്ഗും അതുപോലെ മുട്ട പുഴുങ്ങിയത്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും കഴിച്ചു. അവർ നല്ലോണം വയറ് നിറയെ കഴിച്ചെന്ന് പറയുമ്പോൾ തന്നെ അത്രയും ഒരു കാറ്റഗറിയിലുള്ളവർ കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മെനു ആണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്, ഞാൻ ഈ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണോ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ ഞങ്ങൾ പോണത്, പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റണേ, എന്താണ് അതിന് പേര് പറയുക, ട്രാവൽ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു കാറ് റെൻറ്റിന് എടുത്തിട്ടാണ് കേട്ടോ എമറാൾഡ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ പോകാൻ പോണ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറുള്ള സണ്ണിനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ആവുന്ന ഒരു പൂൾ. അവിടെ നമുക്ക് സ്വിം ചെയ്യാം. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ സ്ഥലം കാണിച്ചാൽ കേട്ടോ. നമ്മളിത് റെഡി ആയി കഴിഞ്ഞു. അമ്മ ചുരിദാർ വിട്ടൊരു കളിയില്ല. അമ്മയാണ് ഇവിടെ വേറിട്ട് നിൽക്കണേ. അമ്മ ഒരാൾ ചുരിദാർ ഇട്ട് ഇവിടെ കണ്ടോ, ലിപ്സ്റ്റിക് ഇടായിരുന്നു ഇച്ചിരി. അമ്മ ഉണ്ടല്ലോ തായ്ലൻഡ് വന്നത് ഉറങ്ങാനാ. തായ്ലൻഡ് വന്നേ പിന്നെ അമ്മ ഉറക്കുന്നുണ്ടല്ലോ. ഇന്നലെ മറ്റേ ബീച്ചിൽ പോയിട്ട് അവിടെ ഒരു മരത്തിന്റെ ചോട്ടിയിരുന്ന് ഉറങ്ങണം. അത് കൂർക്ക വലിച്ചു കിടന്ന് ഉറങ്ങുവോ? ഈ വണ്ടിയിലാട്ടെ നമ്മള് പോണേ. വീട്ടിൽ വെച്ച് ഉറങ്ങാൻ പറ്റാത്തോണ്ട് വെക്കേഷൻ വന്നേക്കണം ഉറങ്ങാനായിട്ട്. നമുക്ക് ഈ സ്ഥലത്തോട്ട് ക്രാബിൽ നിന്നും അതുപോലെ തന്നെ ഫുക്കറ്റിൽ നിന്നും പോവാം കേട്ടോ. ഞങ്ങൾ ക്രാബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു, ട്രാവൽ ഉണ്ടായിരുന്നു. കണ്ട് ഈ വഴിയൊക്കെ കാണുമ്പോൾ എനിക്കിത് കാണുമ്പോൾ അതിരപ്പള്ളി ഓർമ്മ വരും. അതേപോലത്തെ വഴികളൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു നാടൻ പ്രദേശം, അങ്ങനത്തെ സ്ഥലമായിരുന്നു. ഞങ്ങളവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല നട്ടപ്പുറ വെയിലായിരുന്നു. രാവിലെ പോകണമെന്ന് വിചാരിച്ചേ, പക്ഷെ എത്തിയപ്പോഴേക്ക് ലേറ്റായി പോയി. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഫുഡ് കോർട്ടിലാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കരിക്കിൻ സ്മൂത്തി, അതുപോലെ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മാംഗോ അല്ല വാട്ടർമെലണും മേടിച്ചിട്ടാണ് കേട്ടോ നടന്നത്. കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹോട്ട് സ്പ്രിംഗ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാം. എന്താ അമ്മയ്ക്ക് ഹോട്ട് സ്പ്രിംഗ് കാണാൻ എക്സൈറ്റഡ് ആണോ? എന്താണ് ഹോട്ട് സ്പ്രിംഗ് അമ്മേ? ചൂടുവെള്ളമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ചൂടുവെള്ളം. നാച്ചുറലായി. എന്തുകൊണ്ടാ ചൂടായേ? റിയാക്ഷൻ പറ്റി പഠിച്ചിട്ട് പറയാം. അതല്ല, ഈ തണുപ്പുള്ള സമയത്തും ചൂടായിരിക്കും വെള്ളം. എപ്പോഴും ചൂടുവെള്ളമായിരിക്കും. ഇവിടെ അത്ര തണുപ്പുള്ള സ്ഥലമുണ്ടോ? നമ്മുടെ കാലാവസ്ഥ പോലെ തന്നെയല്ലേ, എക്സ്ട്രീം തണുപ്പൊന്നും വരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉച്ചയ്ക്ക് ചെന്നുകൊണ്ട് തന്നെ വെയിലായതുകൊണ്ട് നടക്കുക അത്ര രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത്ര ഷെയ്ഡി ആയിട്ടുള്ള ഏരിയ അല്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴേ ഇങ്ങനെ എൻട്രൻസിൽ തന്നെ ഇതേപോലത്തെ ഒരു പൂള് പോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതായിരിക്കും ഹോട്ട് സ്പ്രിംഗ് എന്നാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ കാലിട്ട് നോക്കിയപ്പോഴേക്ക് ചൂടുണ്ടായിരുന്നു. പക്ഷേ വെയിലിട്ട് ചൂട് കൈ കിടക്കണ പോലെ അങ്ങനത്തെ ഒരു ചൂടാണ്. പക്ഷേ ഇത് ഈ സ്വിമ്മിങ് പൂള് പോലെ ആയതുകൊണ്ട് അമ്മ കണ്ട് അവിടെ ചുറ്റിനും നടന്ന് നോക്കണേ. അമ്മ വിചാരിച്ച് അവിടെ എവിടെയോ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കിയേക്കണേ, ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് അമ്മ വിചാരിച്ചുകൊണ്ട് ിരിക്കണത്. നമുക്ക് തൊടുമ്പോൾ അങ്ങനെ ഒരു ചൂടാ തോന്നുക. ഭയങ്കര ചൂട് ഈ കണ്ട വെള്ളത്തിൽ ഇല്ലായിരുന്നു കേട്ടോ. അതിപ്പോ ആർക്കും അറിയാൻ പാടില്ലേ, എൻ്റെ അടി ഹീറ്ററാണ്.
അമ്മ എന്തേ സമ്മതിക്കണില്ല ഗൈസ്, അത് ചൂട് നാച്ചുറലി വന്നതാന്ന്. അമ്മ പറയണ അതിന്റെ അടിയിൽ ആരോ ഹീറ്റർ വെച്ച് പൊട്ടനാക്കി. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തോടൊക്കെയാണ് നമ്മള് നോക്കാം, ചിലപ്പോ ചൂടുവെള്ളമായിരിക്കും അതിന്റെ അപ്പുറത്ത് എവിടെയും. ഇത് ചൂടുവെള്ളമാണെന്ന് പൂളിന്റെ ഒരു സെറ്റപ്പ് അല്ലേ, പൂള് പോലത്തെ സെറ്റപ്പ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ പ്രകൃതിയുടെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ. ഇതെന്തോ തട്ടിപ്പാണ്. തായ്ലൻഡുകാർക്കൊരു വെല്ലുവിളി. അവിടെ അതിലൂടെ പോയി നോക്കണോ? നമ്മുടെ പ്രാവശ്യം എത്ര റോഡ് 7500 എന്തോ ഉടമ്പരം തന്നെ കാശല്ലേ. അവര് ജീവിക്കാൻ അവര് മറ്റുള്ള ആൾക്കാരെ പറ്റിക്കണം. നമ്മൾ മണ്ടന്മാർ. അമ്മ എൻ്റെ ഇതാ വിശ്വസിക്കണില്ല കേട്ടോ, ഇത് നാച്ചുറലായിട്ട് ചൂടാവണ വെള്ളമാണ്. അമ്മ പറയണത് അവിടെ ഹീറ്റർ വെച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ചൂടാവണമെന്നാ. ഇത് ശരിക്കും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് സർഫസിൻ്റെ അടിയിലായിട്ട് ജിയോ തെർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഡീപ്പ് നമ്മുടെ ഭൂമിയുടെ അടിയിൽ നല്ല ചൂടാണ്. അവിടെ ഇങ്ങനെ ലാവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചൂടായി വരുന്നതാണെന്നാണ്. കുറേ മിനറൽ പ്രോപ്പർട്ടീസും മെഡിസിനൽ പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഭയങ്കര ചൂട് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെ ഉള്ള അത് അറിയണത്. പക്ഷെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. ഞാനപ്പോൾ ഓർത്ത് ഇതിങ്ങനെ ഇവിടെ തായ്ലൻഡിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു തോട് പോലെ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഫുള്ള് ഫോറിനേഴ്സ് ആട്ടോ. നമ്മുടെ ഇന്ത്യൻസും ഉണ്ട്, പക്ഷെ മലയാളികളൊന്നും ഒരുപാട് അങ്ങനെ ഞാൻ കണ്ടില്ല. ഫോറിനേഴ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ച്. എന്നാൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ, എന്തൊക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ്. നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടോ ഞാൻ കേട്ടത്. ചൂടുവെള്ളമാണ് കഴിച്ചത്. പിന്നെ സമ്മതിക്കത്തില്ല ഇത്രയും ചൂട്. നല്ല വെയിലായതുകൊണ്ടുള്ള ചൂടാണെന്ന്. ഇത്രയും ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി. അച്ഛൻ മാത്രം ഇറങ്ങണില്ല. അച്ഛൻ ഇന്നലെ പേടിച്ച് കടലിലിറങ്ങി. ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കോ പേടിത്തോണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഔഷധ ഗുണമായ വെള്ളത്തിൽ കുളിക്കാൻ പോണേ. എല്ലാ അസുഖങ്ങളൊക്കെ മാറ്റുന്നത് ചൂടുള്ള മിനറൽസ് റിച്ച് ആയിട്ടുള്ള വാട്ടറാണ്. എല്ലാ സ്കിൻ കാര്യങ്ങളും ഒക്കെ റെഡി ആവുന്നതാണ്. നോക്കാം, നമ്മൾ എല്ലാവരെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കിങ്ങനെ, ഞാൻ വിചാരിച്ചു നല്ല രസമായിട്ട് കുറേ നേരം വെള്ളത്തിലൊക്കെ കിടക്കണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ അയ്യോ, ചൂടുവെള്ളത്തിൽ കിടക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് മനസ്സിലായിച്ചാൽ നമുക്കിങ്ങനെ വിയർക്കും, ഭയങ്കരമായിട്ട് വിയർക്കും. നമ്മുടെ ഇങ്ങനെ ബ്ലഡ് റഷ് ചെയ്യും, ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഭയങ്കര ഒരു അയ്യോ, ഇങ്ങനെ ശരിക്കും നമ്മൾ അനുഭവിച്ചിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അമ്മ ഇറങ്ങിയപ്പോൾ പറയാം, ഇപ്പം ഇത് സാധാരണ ഇതിൻ്റെ ചൂടല്ല, ഇച്ചിരി കൂടെ ചൂടുണ്ട് എന്നൊക്കെ പറയാം. കാരണം ഞാൻ വിയർക്കണമൊക്കെ ഞാൻ ഇന്ന് രാവിലെ വെറുതെ മേക്കപ്പ് ചെയ്തതൊക്കെ പോയി. അങ്ങനെ ഇങ്ങനെ പുകയാണിരുത്. ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചൂടുവെള്ളം. എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര എനിക്ക് അത്ഭുതമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തു. അയ്യോ, ഇങ്ങനത്തെ ഒരു തോട്ടിൽ ശരിക്കും ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമല്ലേ. അങ്ങനത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. അമ്മ ഇപ്പം ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ അയ്യോ നല്ല ചൂടുണ്ടേ. സൂര്യന്റെ ചൂടേറ്റ് കിടക്കുന്ന നല്ല ചൂടുണ്ട് കേട്ടോ. ശരിക്കും ഒരു അത്ഭുതമല്ലേ. അച്ഛൻ ഇറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അച്ഛനെ ഞങ്ങൾ പിന്നെ പറഞ്ഞ് ഇറക്കി. അച്ഛനൊരു 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് അപ്പം തന്നെ ഇങ്ങനെ കയറിപ്പോയി. ഭയങ്കര ചൂട് ഇങ്ങനെ പൊള്ളണ ചൂടല്ല. എന്നാൽ നമുക്കങ്ങനെ ഒരുപാട് അങ്ങനെ രസിച്ച്, എനിക്ക് വേണ്ടി ഈ ഫോറിനേഴ്സിനൊക്കെ അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമായിരിക്കും തോന്നുന്നു. എനിക്ക് കയറണം കുറേ നേരം കിടക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. പക്ഷെ പറ്റണില്ലായിരുന്നു. ഇങ്ങനെ വിയർക്കണു. ഇങ്ങനെ ഒരു കയറി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ തല കറങ്ങണമായിരുന്നു. അതെ, അങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിലെ ചൂട് കുളിക്ക് ശേഷം തലേന്ന് വിയർത്ത് എന്റെയൊക്കെ ഫുള്ള് എന്റെ കറക്റ്റ് മനസ്സിലാവും. അത് വിയർത്ത് വലിച്ചറ ഇപ്പൊ തോർത്തി ഇറക്കി. നല്ല ചൂടുവെള്ളം, നല്ല രസം. പക്ഷെ ഒരു ബോഡിയുടെ സർക്കുലേഷൻ ഒക്കെ കൂടിയില്ലേ.
വിയർപ്പ് വെട്ടി വിയർക്കട്. അളുത്താ ഇത് ഇവിടെ കൊണ്ടുവന്നവര് കട്ടിയായിരുന്നു, ഇവിടെ അത്ര ചൂടുണ്ട്. ആ അത് പൊട്ടിക്കണ്ട, അത് കട്ടിയായിട്ട് ഇനി എടുക്കാം. ഇന്നലെ വെള്ളത്തിൽ വീണ് പേടിച്ചതിന് ശേഷം ഇന്ന് അച്ഛൻ അടുത്ത ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇന്നലെ എടുത്തില്ല, അച്ഛൻ്റെ എടുക്കണ്ടായിരുന്നു. ഇന്നും അച്ഛൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ അച്ഛൻ എന്താ തൂങ്ങി വെള്ളത്തിൽ കയറി ഈ വെയിലത്ത് വന്നിരുന്നിട്ടായിരിക്കും നടക്കുന്നത്. നല്ല വിയർക്കും. ഞാൻ അതിനകത്ത് വേർത്തില്ലേ? ഇതാ ഞാൻ ചൂടില്ലേ? അച്ഛൻ്റെ ഞാൻ അല്ലേ തന്നെ നന്നായിട്ട് വിയർക്കും. ഇല്ലല്ല, അച്ഛൻ ഇറങ്ങിയിട്ട് അപ്പൊ തന്നെ കയറി പോകുന്നു. 10 മിനിറ്റ് അവിടെ 2 മിനിറ്റ് പോലും നിന്നില്ല. ഓ, എനിക്ക് ശ്വാസം വിടുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അല്ലെങ്കിലും ഭയങ്കരമായിട്ട് വിയർക്കും നോർമലി. പക്ഷെ ഇത് അനങ്ങുന്നില്ല. എന്നിട്ട് തന്നെ അല്ല, ഞാനത് നടന്നാലൊക്കെ വിയർക്കാം. നമ്മുടെ നാട്ടിലാണ് ഹ്യൂമിഡിറ്റി ഉള്ളത്. ഓക്കേ, അതാണ് നമ്മുടെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇവിടെ എന്താ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വിയർപ്പ് ഇതിൽ നനഞ്ഞേക്കണത്. നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു അനുഭവമാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ ചൂട് വെള്ളം വരുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാൽ പോലും ഇങ്ങനെ ഇവിടെ ഇട്ടില്ല. ഞാൻ കുളിക്കാൻ പറ്റുന്ന ആ സമയത്ത് നമ്മുടെ മറ്റെവിടെയൊക്കെ പിന്നെ കോഴിക്കോട് നമ്മുടെ ഷവറിൽ നിന്ന് ചൂട്. ആ അത് വരും. കോഴിക്കോടൊക്കെ അല്ലാതെ ഇത്രയും വെള്ളം ചൂടാ എത്ര സമയം വേണോ? അങ്ങനെ സൂര്യൻ്റെ വെട്ടത്തിലൊന്നും അങ്ങനെ ചൂടാവില്ല. ഇത് ചില്ലറ വെള്ളമാണ്. നമ്മൾ കുളിക്കാൻ മറ്റേ വാട്ടർ ടാങ്കിലൊക്കെ ചൂടാവും. വെള്ളം ഒഴുകി വന്നതാണ്. നമുക്ക് എന്നാലും അങ്ങോട്ടൊരു പൂർണ്ണ വിശ്വാസത്തിലായിട്ടില്ല ഇത്. ഇത്രയും വെള്ളം ചൂടാക്കണേലേ എത്ര കറണ്ട് വേണം? അതുകൊണ്ട് ഹീറ്റർ വെച്ച് ആൾക്കാർ ചൂടാക്കിയിരിക്കാതെ. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി. പകുതിയിൽ ഹീറ്റർ വെച്ചില്ല, ആരും അറിയില്ലല്ലോ കാട്ടില്. എന്നാൽ പോലും അമ്മ ഇത്രയും വെള്ളം ചൂടാക്കണേ നമ്മൾ വിചാരിക്കുന്ന ഹീറ്റർ സാധനമല്ല. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതിൻ്റെ പോലെ അല്ലല്ലോ. അത്രയും വലിയ സെറ്റപ്പിൽ കറണ്ടും അല്ലെ സോളാറും ഇതൊക്കെ വെച്ചിട്ട് വേണ്ട ചെയ്യാം. ഓക്കേ, എന്നാ പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വിട്ടാലോ? യാ ലെറ്റ്സ് ഗോ. എന്താ സ്ഥലത്തിന്റെ പേര്? ഇനി നമ്മൾ നീല പച്ചയും കലർന്ന വെള്ളം കാണാൻ പോവാണ്. എമറാൾഡ് പൂൾ. നീ വെള്ളത്തിലാ? ചൂടുവെള്ളം കണ്ടിട്ട് വെള്ളത്തിൽ ഇന്നലെ കിടന്ന് കരഞ്ഞ് ഇനി നമ്മളെ അമ്മ കടലിന്റെ നടുക്കടലിൽ ഇറങ്ങി ചൂടുവെള്ളത്തിൽ ഇറങ്ങി. ഇനി നീലയും പച്ചയും കളറിലെ വെള്ളത്തിൽ ഇറങ്ങാം. കടലിൽ ഇറങ്ങിയത് ഞാനെടുത്ത് ചാട്ടിയത് നീന്താമോ അമ്മ വേറെ വഴിക്ക് പോണ ബോട്ടിന്റെ അടിയിലോട്ട് പോണ്. അറിയാമോ? തലേ ചവിട്ടിക്കൊണ്ടിരിക്കണ അങ്ങനെ ചിരിക്കുമായിരുന്നു. അല്ല, ഞാൻ ഒഴുകി പോണ്, കാലെത്തണില്ല. അവിടെ ഒരു വാലന്റൈൻസ് നടക്കാറുന്നത് തിരിച്ച് നമുക്ക് വയ്യാണ്ടായി. നമ്മള് ടിക്കറ്റ് എടുക്കാൻ വെച്ച് വീഡിയോഗ്രാഫർ മറു വീടല്ലേ വീഡിയോഗ്രാഫറെ. നമ്മളിത് എമറാൾഡ് പൂളിന്റെ ഫ്രണ്ടില് സൈഡില് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. നമുക്ക് താഴത്തെ എന്താണെന്നുള്ളത് കാണാം. അങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം വേറെ നമ്മള് നല്ല തെളിഞ്ഞ വെള്ളം നല്ല കുളിക്കാൻ തോന്നും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ കുളത്തിലൊക്കെ ഞങ്ങളുടെ അവിടെ കുളം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുളത്തില് തുണികളൊക്കെ കൊണ്ടായിട്ട് അലക്കി പിഴിഞ്ഞ് കുളിക്കാൻ തോന്നുന്നത് സോപ്പിട്ട് അങ്ങോട്ട് അലക്കും. എന്നിട്ട് അലക്കി അവിടെ പിഴിഞ്ഞ് വയ്ക്ക് കുളിക്കും. കുളിച്ച് കണ്ട് നീന്തലൊക്കെ നീന്തി തീർച്ചയായിട്ടും കാണുമ്പോൾ കുളിക്കാൻ തോന്നുന്നുണ്ട്. വാ പോയി കുളിക്കാൻ നമുക്ക് വേഗം. ഹോട്ട് സ്പ്രിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ എമറാൾഡ് പൂൾ കാണാൻ വന്നതാണ്. ഇവിടെ ഈ പോണ വഴി ഭയങ്കര രസമല്ല. ഇങ്ങനെ കാടിൻ്റെ നടുക്കിക്കോട് പോണ പോലത്തെ വഴിയാണ്. പക്ഷേ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നിരപ്പായിട്ടുള്ള വഴിയാണ്, പക്ഷെ നടക്കാൻ 1 കിലോമീറ്ററെങ്കിലും നടക്കണം. അത്രയും നടന്നിട്ട് വേണം നമ്മളവിടെ എത്താനായിട്ട്. പിന്നെ ഇത് 2 വഴിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു വഴി സെലക്ട് ചെയ്തതാണ് പോകാൻ. ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ശരിക്കും നമ്മൾ കാടിൻ്റെ നടുക്കിക്കൂടെ പോണ പോലെയാണ്. ഇത് അവിടെ ഇങ്ങനെ ഒരു പച്ച കളറിൽ കിടക്കുന്നത് കണ്ടോ. ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കാൻ നമുക്ക് തോന്നും, പക്ഷെ അതല്ല. അതിൻ്റെ അടിയിലത്തെ വെള്ളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പോലത്തെ ലാവെൻഡർ കളറിലെ ചുറ്റി തണ്ട് പറിച്ചുകൊണ്ട് പോയിരുന്നു. പക്ഷെ അവർ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലല്ലേ കളറിലൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളിത് എമറാൾഡ് പൂളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റോട്ടിൽ കൂടെയാണ്. അമ്മ തായ്ലൻഡ് വന്നിട്ട് സീരിയൽ വിട്ടൊരു കളിയില്ല. സീരിയൽ കേട്ടോണ്ടാണ് അമ്മ നടന്നുകൊണ്ട് വരുന്നത്. എല്ലായിടും റേഞ്ച് ഉണ്ട്. നടക്കാനായിട്ട് സുഖമുണ്ട് കേട്ടോ. ഇങ്ങനെ കാടായതുകൊണ്ട് ഇങ്ങനെ എന്താ വെള്ളത്തിൻ്റെ ശബ്ദവും കയറ്റമൊന്നുമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് നടക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. 1 കിലോമീറ്റർ ഉണ്ട് എൻട്രൻസ്. 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. 2 റൂട്ടുണ്ട്. ഒന്ന് 800 മീറ്റർ. ഞങ്ങൾ ഇനി ഈ റൂട്ട് അങ്ങ് എടുത്തതാ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. അതാ എമറാൾഡ് പൂൾ എത്താറായി തോന്നുന്നു കേട്ടോ. ഒത്തിരി പേരൊക്കെ ഇതേ നടന്നു വരുന്നുണ്ട്. ഈ വഴി പക്ഷെ കുറച്ച് ആൾക്കാരാണ് വരണേ. മറ്റേ വഴിയാണെന്നാണ് കൂടുതൽ പേര് എളുപ്പം എത്താനായിട്ട്. കണ്ടോ, നമ്മൾ ഇങ്ങനെ മീനുകളെ കണ്ട പച്ച കളറിലെ കുളത്തിനകത്ത് മീനുകളെ ഓർഡർ ചെയ്ത് ഇങ്ങനെ. പിന്നെ ഇവിടെ ആഷ് കളറിലെ കുളമുണ്ട്, പച്ച കളറിലെ കുളമുണ്ട്. അങ്ങനെ ഭയങ്കര
ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നി നമ്മുടെ ഭൂമിയിൽ എന്തോരോ സാധനങ്ങൾ നമ്മൾ കാണാനുണ്ട്, അങ്ങനെ എനിക്ക് തോന്നി. ഭയങ്കര അത്ഭുതമായിട്ട് കണ്ടോ. ഇത് കണ്ടിട്ട് മറ്റേ ഗോളിക്കല്ലില്ലേ, ആ കല്ല് ആഷ് കളറിലെ ലെൻസൊക്കെ വയ്ക്കുന്ന അതേ കളറില്ലേ, അതേ കളറിലുള്ള വെള്ളമുണ്ട്. അതേ ഞങ്ങൾ ഒരു കിലോമീറ്ററോളം കഷ്ടപ്പെട്ട് നടന്ന് നമ്മൾ എമറാൾഡ് പൂളിൻ്റെ അവിടെ എത്തി. ഇത് ഈ കാണുന്നതാണ് കേട്ടോ എമറാൾഡ് പൂള്. കാണുമ്പോഴേക്ക് നോർമൽ നമ്മുടെ സ്വിമ്മിങ് പൂള് പോലെയാണ് തോന്നുക, പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള സ്വിമ്മിങ് പൂള്. ഓ അതുകൊണ്ട് ഇറങ്ങാന്ന് വെച്ചൂടാ. ഓ അച്ഛൻ്റെ ആദ്യമേ ഇറങ്ങാൻ റെഡി ആയിക്കണം. ഞങ്ങളൊക്കെ ക്ഷീണിച്ച് വശതായിട്ടിരിക്കണം. അമ്മിനി ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇനി ഇതും കൂടിയേ ഉള്ളോ. ഇനി നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ തിരിച്ചു പോവാം. ആ ബ്ലൂ പൂളിൽ പോണില്ല. അതെ ഞങ്ങളൊന്നും വരട്ടെ, സീരിയസ് ആയിട്ട് പോണേടാ. ഇവിടെ എത്തിയപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. അച്ഛൻ വേറൊരു പൂളിൽ ഇറങ്ങാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ അങ്ങ് ഡ്രസ്സൊക്കെ ഊരി ആളങ്ങ് ഇറങ്ങി റെഡി ആയിട്ട് പോയി. പക്ഷേ ഈ പൂളിൽ കിടക്കാനായിട്ടൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുൻപ് ഇവിടെ തായ്ലൻഡ് ഇപ്പോൾ സെക്കൻഡ് ഡേ അല്ലേ നമ്മുടെ, തായ്ലൻഡിൽ പോയിട്ടുള്ള ഫുള്ള് വെള്ളത്തിലായിരുന്നു. ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതിലും മുഴുവനും കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ ഇതിൽ കിടക്കാനായിരുന്നു ഭയങ്കര സുഖം ഉണ്ടായിരുന്നത്. ഭയങ്കര തണുത്ത വെള്ളമല്ല, ഉപ്പല്ല, ചൂടല്ല, അങ്ങനെ ഭയങ്കര കംഫർട്ടിങ് ആയിട്ടുള്ളതാണ്. ഈ ഒരു പൂളിനും എന്തൊക്കെയോ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാട്ടോ. ഇതിൻ്റെ കളർ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് ഇതിൻ്റെ അകത്തുള്ള എന്തോ ഒരു ആൽഗയാണോ പായലാണോ അതിൻ്റെ എന്തോ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പൂള് ഇങ്ങനെ ഭയങ്കര ബ്ലൂ കളറിൽ ഇരിക്കുന്നത്. എങ്ങനെയാ ഫീൽ? നല്ല തണുപ്പാണോ? സ്വിമ്മിംഗ് പൂൾ വെള്ളത്തിന് എന്താ രുചി? ഉപ്പാണോ? അതാ മറ്റേ എജ്ജു പറഞ്ഞ പോലെ ക്ലോറിൻ വെള്ളത്തിന്റെ ഫീൽ. ക്ലോറിൻ വെള്ളത്തിന്റെ മണ്ണുണ്ട് താഴെ, മണ്ണ ആദ്യം തന്നെ അച്ഛനാണ് ഇറങ്ങിയത്. അതാണ് ഇന്ന് ധൈര്യത്തോടെ വെള്ളത്തിനോടുള്ള പേടി മാറ്റി വെച്ചിട്ട്. അതല്ല പക്ഷെ ഇത്ര വെള്ളമുണ്ട്, കാല് കുത്തി വെക്കുകയാണോ നിലത്ത്? അപ്പൊ അവിടെ ചെല്ലുമ്പോ ചിലപ്പോ വെള്ളം കുടിക്കും. ഞങ്ങളിപ്പോ ഇവിടെ 3 പേരും കൂടി ഇങ്ങനെ അട പോലെ ഇരിക്കണേ. ഈ അമ്മ വിടൂല എന്തേതാ. അങ്ങോട്ട് പോ, അവിടെ പിള്ളേരൊക്കെ പിന്നെ പൊക്കമുള്ള ഇത്രയും വെള്ളമുണ്ട് ഇവിടെ. ഇങ്ങനെ പൊങ്ങിയ ചിലപ്പോ ചില സ്ഥലത്ത് കുറച്ച് മുമ്പ് താമസം. അന്നക്കുട്ടിക്ക് തായ്ലൻഡ് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അസുഖങ്ങളായി. പിന്നെ അങ്ങ് തലവേദനയും അതുപോലെ പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നില്ല. ഞാനും അച്ഛനും അമ്മയാണ് ഇറങ്ങിയത്. അച്ഛനും അമ്മയും അങ്ങ് ഭയങ്കര എൻജോയ് ചെയ്യലായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൂളിൽ ഇറങ്ങിയിട്ട് നല്ലോണം ഇഷ്ടമായി. അമ്മ പക്ഷേ എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വിടണ്ടായിരുന്നില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. നമ്മുടെ നാട്ടിൽ പൂളിൽ മുങ്ങിപ്പോണതല്ല. പക്ഷെ ഇവിടെ എനിക്കൊന്നും അത്ര താഴ്ചയില്ല, നടുക്കൊക്കെ തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നീന്തുകയൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന നീന്തൽ വെച്ചിട്ട് ഞാൻ മുങ്ങിപ്പോണായിരുന്നു. എനിക്കത്ര എക്സ്പേർട്ടായിട്ട് അറിയില്ല. അമ്മ ഇങ്ങനെ മലർന്നിട്ടൊക്കെ നീന്തുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ അങ്ങനെ നീന്താൻ അറിയില്ല. ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ആക്കി വെച്ച് ശ്വാസം പിടിച്ചിട്ടാണ് ഞാൻ നീന്തണം. എനിക്ക് തല പൊക്കിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ മുങ്ങിപ്പോകുമ്പോൾ എന്താ അറിയില്ല. തല ഇങ്ങനെ താത്തി കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ കുഴപ്പമില്ല. ഇവിടെ എല്ലാം നനഞ്ഞിരിക്കുന്നു. മുടിയൊക്കെ നനഞ്ഞ് നമ്മൾ തിരിച്ചു വേണം. തലവേദന എടുക്കണം ഭയങ്കരമായിട്ട്. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് മതിയായിരുന്നു. ഇത്രയും ദൂരം നടക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ദൂരം നടക്കേണ്ടി വരുമെന്ന് അറിയില്ലെന്നാൽ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ ഇത്രയും നമ്മൾ വലഞ്ഞു പോകുന്നു വിചാരിച്ചില്ല. ഭക്ഷണം കൂടി കഴിക്കാതിരുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകളായി. തിരിച്ച് എങ്ങനെയൊക്കെയോ നടന്നെത്തി. ഇവിടെ നിന്ന് സത്യം പറഞ്ഞ ഒരു വണ്ടി നമ്മുടെ ടുക്ടുക്കൊക്കെ വേണ്ടതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്ന് അവിടെ കണ്ടൊരു കടയിൽ കയറുക ചെയ്തത്. വേറെ ഇനി പോയി കടയിൽ കണ്ടുപിടിച്ച് ഇരുന്ന് കഴിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. അപ്പോൾ കണ്ട കടയിലോട്ട് ഞങ്ങൾ ആദ്യമേ തന്നെ വേഗം എന്ത് ഫുഡാണെങ്കിലും ഫുഡ് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് ചെല്ലാം. ഫുഡിലൊക്കെ ഇറങ്ങി ക്ഷീണിച്ച് ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്തുള്ള തായ് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. തായ് ഫ്രൈഡ് റൈസ് സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, പിന്നെ ക്രാബ് വിത്ത് പെപ്പർ. എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം നമുക്ക്. ഇവിടെ ഇന്ത്യൻ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതെൻ്റെ തായ് സംഗതിയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ കടകളിലും ബിയർ കിട്ടും കേട്ടോ. എല്ലാ ചെറിയ കടകളിലും വരെ ബിയർ കിട്ടും.
അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമാണ്. ആർക്ക് കണ്ടപ്പോൾ മേടിക്കാതെ എങ്ങനെ കിട്ടുമോന്ന്. എല്ലാ സാധനം കിട്ടും. അമ്മ പറഞ്ഞ എന്താ അറിയോ, തോന്നിവാസങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാണെന്നാ പറഞ്ഞത് തായ്ലൻഡ്. ആർക്കും റെക്കമെൻഡും ഇല്ല അമ്മേ? കാരണം അതിന് നമ്മളധികം അങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്ന് പോകണം പറ്റും. നാളെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ മിക്കാറ് കണ്ണ് ഇങ്ങനെ പൂട്ടിയായിരിക്കും നടക്കുക. ഇത് ഇവിടുത്തെ ചെറിയ സ്ഥലം, അതിന് മെയിൻ സ്ഥലങ്ങളാണ്. മെയിൻ സ്ഥലം നമ്മൾ നാളെ പോണേ ഉള്ളൂ. പലചരക്കട പോലെയാണ് പഞ്ചാബ്. അവർക്കന്ന് ഇതല്ലായിരിക്കും, ഇവിടെ നോർമൽ ഐറ്റം ആയിരിക്കും. അവരൊക്കെ ബിയർ കഴിച്ചായിരിക്കണം. നമ്മളിതേ ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു പോവാണ്. സൺസെറ്റ് കാണാൻ ഇന്ന് പറ്റുമെന്ന് തോന്നണില്ല. പകരം പോണ വഴി ഇതേ സൺസെറ്റ് കണ്ടുപോകും. എന്നെക്കുട്ടി എന്നെക്കുട്ടിക്ക് സൺസെറ്റ് കാണണമെന്നുണ്ടായിരുന്നു. സൺസെറ്റ് കണ്ട അതേനാ നോക്കിക്കോ. എല്ലാവരും ടയേർഡായി. എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ഫുഡ്? വെളുത്തിരിക്കണായിരുന്നു അത്. പിന്നെ നമ്മള് പക്ഷെ ഞണ്ടിന്റെ സോഫ്റ്റ് മീറ്റ് സോഫ്റ്റ് ആയിരുന്നു. ഞണ്ടിന്റെ എല്ലാ പാർട്ടും നമ്മള് മാറ്റി. ഇവരതെല്ലാം എടുത്ത് കാലിന്റെ അവർക്കപ്പൊ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടാവും അത് ഊരി എടുക്കാനായിട്ട്. അമ്മയ്ക്ക് ഇവിടെ എല്ലായിടും ഫിഷിന്റെ മണം ഉണ്ടത്. അതുകൊണ്ട് അവരൊരു ഉളുമ്പ് മണം അല്ലേ? മാൽദീവ്സിൽ പോകണം. കഴിച്ച ദിവസം അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ്. പക്ഷെ നമ്മളിങ്ങനെ സ്പൈസി കഴിച്ച് ശീലിച്ചവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരു ഒന്നുമില്ലാത്ത പോലെ അല്ല ചാ ഒന്നും. ചിക്കൻ എന്തോ വെളുത്തിട്ട് വെറുതെ നമ്മള് റൂമിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണത്. അത് ശരി കേട്ടോ, മണിക്കുട്ടിക്കൊക്കെ ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടായിരുന്നത്, മസാല ഇല്ലാണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചില്ലി ചിക്കൻ ഓർഡർ ചെയ്യാൻ നോക്കി. എന്റെ പൊന്നോ, ചേച്ചിനോട് ചില്ലി ചിക്കൻ ഒഴിച്ചാൽ ചേച്ചാൽ കടയിലെ ബാക്കി എല്ലാം കൊണ്ടുവന്ന്. ചില്ലി സോസ് കൊണ്ടുവന്ന്, ചിക്കൻ സോസ് കൊണ്ടുവന്ന്, പിന്നെ എന്താ കൊണ്ടുവന്ന് എന്തൊക്കെയോ കൊണ്ടുവന്ന്. പിന്നെ അവസാനം ചില്ലി ചിക്കൻ അവർക്ക് ഇല്ല, അവർക്ക് മനസ്സിലായില്ല അങ്ങനത്തെ അതെന്ത് സാധനമാണ് തീരാറായി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കാണ് ഇച്ചിരി ഉൾപ്രദേശമാണ്, അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനത്തെ അത്രയും വെറൈറ്റി ഡിഷ് ഒന്നും ഇല്ല. നോർമലി പാക്കേജസിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാം. അപ്പുറത്തെ നമ്മൾ തന്നെ സെൽഫായിട്ട് ക്യാഷ് കൊടുത്ത് ടാക്സി ഹയർ ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ വരുന്നത് നല്ലതായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ചൂടുവെള്ളം അടിപൊളിയായിരുന്നു. അച്ഛൻ പറഞ്ഞ ഇപ്പോഴും അച്ഛൻ പറയണത് അത് അത്ര ചൂടല്ല, സൂര്യന്റെ വെട്ടമടിച്ച് ചൂടായതാന്നാ പറയുന്നത്. അങ്ങനെ നമ്മൾ എമറാൾഡ് പൂളും ഹോട്ട് സ്പ്രിങ്ങും ഒക്കെ കണ്ട് തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. ഷുഗർ മറീന ഹോട്ടൽ. എല്ലാവരും ടയേർഡായി. എല്ലായിടത്തെല്ലാം ഒന്നുമില്ല. നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്നിച്ചിരി റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങി. കാരണം നാളെ നമ്മൾ ഫുക്കറ്റിലോട്ട് പോവാം. അപ്പോൾ ഇനി ക്രാബി നൈറ്റ് നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ക്രാബിയുടെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി ആയപ്പോഴേക്ക് ഇറങ്ങി. മസാജ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ ബീച്ച് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇച്ചിരി ലേറ്റായി. അമ്മ വന്നില്ല കേട്ടോ. അമ്മയ്ക്ക് കാലുവേനയാന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മസാജ് ചെയ്യാൻ നേരമാണ് അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ക്രാബി ലൈഫ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ലൈഫ് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും യാത്രകൾ ചെയ്യണം എന്ന് എനിക്ക് തോന്നൽ വരാൻ തുടങ്ങി. മറ്റേ എനിക്ക് അങ്ങനെ അത്ര തോന്നലില്ലായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഫുൾ ക്രാബി ടൗൺ ഉണർന്ന് പ്രവർത്തിക്കണേ.
നിറച്ചു ആൾക്കാരും പാട്ടും ബഹളം ഒക്കെ. നമ്മള് മസാജ് ബുക്ക് ചെയ്തു. ഇവിടുത്തെ നല്ല റേറ്റിംഗ് ഉള്ളൊരു ലെറ്റ്സ് പാം അല്ലേ? റോയൽ പാം, സോറി, റേറ്റിംഗ് ഉള്ള ഒരു സ്പാ സെന്ററാ. നമ്മള് ഇന്നലെ വന്നിട്ട് നമുക്ക് പറ്റിയിരുന്നില്ല, ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പാട്ട് കോപ്പിറൈറ്റ് വരുമോന്നാവോ? സ്പീക്കർ എവിടെയാ? പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ ഈ കാണുന്ന ഫ്ലവറിൻ്റെ ഇത് മേടിച്ചു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെ തലയിൽ ഈ പൂവിൻ്റെ ക്ലിപ്പ്. അപ്പോൾ നിങ്ങളിങ്ങനെ ബീച്ച്, നിങ്ങൾക്കറിയാമായിരിക്കും കേട്ടോ, ബീച്ചസ് ഒക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ക്ലിപ്പ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ എത്ര നല്ല വില കൊടുത്താൽ മേടിച്ചത്, 100 ബാത്തോ 150 ബാത്തോ അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് വീഡിയോ കോളിൽ അമ്മൂസ് ചെയ്യാണ്. അമ്മൂസ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അമ്മൂസിനെ കാണിച്ചു കൊടുത്ത് ഏതാ നല്ലത്, ഏതാ ഇഷ്ടമായി എന്നൊക്കെ ഉള്ളത് ചോദിച്ചൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അതേ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു. അവിടെ ബീച്ചിൻ്റെ അവിടം വരെയൊക്കെ പോയി. അവിടെ ഫുള്ള് നല്ല തിരക്കായിരുന്നു. റോട്ടിലൊക്കെ നിറയെ കടകളും നിറയെ ആൾക്കാരും. അങ്ങനെ ശരിക്കും ഒരു വൈബ്. എനിക്ക് ശരിയാട്ടോ അങ്ങനെ ഗോവ പറയില്ലേ മിനി തായ്ലൻഡാണ്, അതെ ഗോവയൊക്കെ പോലെ തന്നെ നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. അതിന് ശേഷം ഈ കാണുന്ന മസാജ് സെൻറ്ററിലാട്ടോ ഞങ്ങൾ പോയത്. നല്ല റേറ്റിംഗ് ഉള്ള സ്ഥലമായിരുന്നു. അത് നോക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം ഞാൻ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്ന റേറ്റിംഗ് ഉള്ള ഒരു ബോഡി മസാജും എടുത്തത്. സ്പാ റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ തലയൊക്കെ നല്ല വേദന എടുക്കുന്നു. സ്പാ ചെയ്ത് കഴിയുമ്പോൾ സെറ്റാവുമെന്ന് വിചാരിക്കുക. സോ സ്പാ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നുള്ള പറയാം. ഞാൻ ബോഡി സ്ക്രബ് സ്പാ ആട്ടോ എടുത്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് നല്ലതാണെന്ന് തോന്നി. നമ്മുടെ സ്പായൊക്കെ കഴിഞ്ഞതേ ഇറങ്ങി ഞാൻ അങ്ങനെ ഒരു കിളി പോയ പോലെ ഇരിക്കുക. പക്ഷേ എനിക്ക് എനിക്ക് അത്ര കണ്ട് സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ സ്പാ അല്ലല്ലോ, മസാജ് അത്ര കണ്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞങ്ങൾ മുൻപ് പോയിരുന്ന വെച്ച് നോക്കുമ്പോൾ. നിങ്ങളപ്പോൾ ഇങ്ങനെ ഫുക്കറ്റ് ക്രാബി വരുന്നുണ്ടെങ്കിൽ ഫുക്കറ്റിൽ മസാജ് ചെയ്യുന്ന കേട്ടോ നല്ലത്. അവിടെ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കുറച്ചും കൂടി അറിയുന്ന ആളുകളാണ്. പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു വിലക്കുറവും ഫുക്കറ്റിലാണ് കേട്ടോ ക്രാബി വെച്ച് നോക്കുമ്പോൾ മസാജസിന്. നമ്മുടെ മസാജിങ് സെഷനൊക്കെ കഴിഞ്ഞു. എല്ലാരും വെളിയിലിറങ്ങി. അച്ഛനും ഇഷ്ടപ്പെട്ടില്ലേ മസാജ്? മരം മറന്നു വീഴല്ലേ? അമ്മയ്ക്ക് മസാജ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മസാജ് ചെയ്തിട്ട് ഒരു പെൺകൊച്ച്, ഒരു ആരോഗ്യമില്ലാത്തൊരു പെൺകൊച്ചാണ്. അതിന്റെ മുട്ട് വെച്ചാണ് കുത്തി മസാജ് ചെയ്യണം. അതിന്റെ മുട്ട വെച്ച് കുത്തുമ്പോ എനിക്ക് ശരീരം വേനെടുക്കാൻ സന്തോഷിപ്പിക്കാന്ന് ഓർത്തിട്ട് ഇവിടെ തല മസാജിക്ക് നല്ലതല്ലായിരുന്നു. ശരിയാ, തല മസാജ് നമുക്ക് തല മാത്രം ചെയ്താൽ മതിയായിരുന്നു. എനിക്കും തല മസാജ് ചെയ്ത് ഇഷ്ടപ്പെട്ടെ. മാത്രം മസാജ് ചെയ്തത്, വേറെ ഒന്നും എനിക്ക് കാലൊന്നും മസാജ് ചെയ്തില്ല. കാല് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാല് വയ്യാത്ത വേണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.